അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ നമുക്കറിയാം ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് 0ൽ കൂടുതലാണെങ്കിൽ ആ സംഖ്യ പോസിറ്റീവ് ആയിരിക്കും, 0ൽ കുറവാണെങ്കിൽ ആ സംഖ്യ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു സിമ്പിൾ ലോജിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഗ്രേറ്റർ ദാൻ ഒരു ലെസ് ദാൻ എന്ന് പറയുന്ന ഈ സൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സംഖ്യ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അതിന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. സോ നമ്മളിവിടെ ആദ്യം ഒരു n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ശേഷം നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു, ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നതിനുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഈ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതാം. സോ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഈഫ് ടൈപ്പ് ചെയ്ത ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് n ഗ്രേറ്റർ ദാൻ 0, ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ n 0-നേക്കാളും കൂടുതലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു, ദ നമ്പർ ഈസ് പോസിറ്റീവ്. ഇനി അടുത്തത് ഇത് 0-ൽ കൂടുതൽ അല്ലെങ്കിൽ, സോ എൽസ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത മെസ്സേജ് എൻ്റർ ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് മെസ്സേജ് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ദ നമ്പർ ഈസ് നെഗറ്റീവ്. സോ നമുക്കിവിടെ ഒരു /n കൂടി കൊടുക്കാം, ലൈൻ ബ്രേക്ക് കൊടുക്കാം. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമ്മളോട് ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നതിന് ചോദിക്കും. ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമ്മുടെ റിസൾട്ട് ദ നമ്പർ ഈസ് പോസിറ്റീവ് എന്ന റിസൾട്ട് കിട്ടുന്നു. വീണ്ടും ഒന്നും കൂടി റൺ ചെയ്യുന്നു. ഞാനിവിടെ -2 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്ന് നമുക്ക് ലഭിക്കുന്നു. സപ്പോസ് ഞാനിവിടെ 0 എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് ലഭിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമാണ് ചെക്ക് ചെയ്തത്, n ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്തു. ആണെങ്കിൽ പോസിറ്റീവും, അല്ലെങ്കിൽ അതായത് 0-ഉം 0-ൽ കുറവുള്ള എല്ലാ സംഖ്യകളും ഈ അടുത്ത കാറ്റഗറിയിലാണ് വരുന്നത്. സോ നമുക്കിവിടെ ഒരു എൽസീഫ് ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. എൽസീഫ് n ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ്. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു n ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലെസ് ദാൻ 0 എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇത് രണ്ടുമല്ലെങ്കിൽ, ഇത് രണ്ടുമല്ലാത്ത ഒരു നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഞാനിവിടെ എൽസ് അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ദ നമ്പർ ഈസ് 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ -5 എൻ്റർ ചെയ്യുന്നു, നമ്പർ ഈസ് നെഗറ്റീവ് എന്ന് ലഭിക്കുന്നു. അതുപോലെ 2 എൻ്റർ ചെയ്യുന്നു, നമുക്ക് നമ്പർ പോസിറ്റീവ് എന്ന് ലഭിക്കുന്നു. അതുപോലെ ഞാനിവിടെ 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ നമ്പർ ഈസ് 0 എന്ന് ലഭിക്കുന്നു. സോ നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.